ഇനി നമ്മൾ പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. ചോദ്യോത്തരവേളയിൽ വിഷയമുന്നയിച്ച പ്രതിപക്ഷം ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടു. അയ്യപ്പന്റെ സ്വർണം കട്ടവർ അമ്പലക്കള്ളന്മാർ എന്ന പ്ലക്കാർഡ് ഉയർത്തിയായിരുന്നു പ്രതിപക്ഷ ബഹളം. വിവരങ്ങളുമായി ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, പ്രതിപക്ഷം ശക്തമായ വാദമുഖങ്ങളുമായി സഭയിൽ രംഗത്ത് എത്തി. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു. സ്പീക്കർ ഒടുവിൽ രോഷാകുലനായി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്താണ് നിലവിലെ സ്ഥിതി? രാഖി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ ഇന്ന് പ്രതിപക്ഷം സർക്കാരുമായാണ് സഭയിലേക്ക് എത്തിയത്. ആദ്യം തന്നെ ശബരിമല വിഷയം ചർച്ച ചെയ്യണമെന്നും സഭ നിർത്തിവെച്ച് വിശദമായി തന്നെ ചർച്ച ചെയ്യണമെന്നുള്ളതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. വി.ഡി. സതീശനടക്കം പ്രതിപക്ഷ നേതാവ് ഈ ആവശ്യം ഉന്നയിക്കുകയും ചെയ്തു. പക്ഷേ ഒരു അടിയന്തര പ്രാധാന്യമില്ലാത്ത വിഷയമാണ്. സഭയിൽ അത്തരത്തിലുള്ള ചർച്ച ചോദ്യോത്തരവേളയിൽ നടത്താൻ പാടില്ല എന്ന് സ്പീക്കർ പറയുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിനാണ് സഭയുടെ അകത്തോളം സാക്ഷ്യം വഹിച്ചത്. പ്ലക്കാർഡ് ഉയർത്തിയും ഒപ്പം തന്നെ ശബരിമല ചില ആളുകൾ കട്ടുമുടിക്കുകയാണ് എന്നൊക്കെയുള്ള മുദ്രാവാക്യം ഉയർത്തിയും പ്രതിപക്ഷം സഭയ്ക്കുള്ളിൽ പ്രതിഷേധിച്ചു. കാട്ടുകള്ളൻ അമ്പലം വിഴുങ്ങികൾ രാജിവെക്കണമെന്ന ആവശ്യം ഉയർത്തിക്കൊണ്ട് പ്ലക്കാർഡും ബാനറും ഉയർത്തിയായിരുന്നു പ്രതിഷേധം. പ്രതിപക്ഷ അംഗങ്ങൾ ഡയസിന് സമീപത്ത് സ്പീക്കറുടെ ഡയസിന് മുൻപിലെത്തി ബാനർ ഉയർത്തി വലിയ രീതിയിൽ പ്രതിഷേധിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് ചോദ്യോത്തരവേള പാതി വഴിയിൽ നിർത്തിക്കൊണ്ട് ധനമന്ത്രി അടക്കമുള്ളവർ മറുപടി പറഞ്ഞുകൊണ്ടിരുന്ന ചോദ്യോത്തരവേള താൽക്കാലികമായി നിർത്തി. ചോദ്യോത്തരവേള നടപടികൾ റദ്ദ് ചെയ്ത് സഭ താൽക്കാലികമായി ഇടവേളയിലേക്ക് പോവുകയും ചെയ്തു, തിരിയുകയും ചെയ്തു. തൊട്ടു പിന്നാലെ വീണ്ടും സഭാ നടപടികൾ പുനരാരംഭിച്ചിരിക്കുകയാണ്. സഭാ നടപടി തടസ്സപ്പെടുത്തിയത് പ്രതിപക്ഷത്തിന്റെ ധീരത്വമാണ് എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ സ്പീക്കർ അടക്കമുള്ളവർ ഉന്നയിച്ചിട്ടുള്ളത്. തൊട്ടു പിന്നാലെ തന്നെ നോട്ടീസ് നൽകാത്തത് ചർച്ച ചെയ്യാൻ കഴിയില്ല, നോട്ടീസ് നൽകിയിരുന്നെങ്കിൽ വിഷയം ചർച്ച ചെയ്യാമെന്നതടക്കമുള്ള കാര്യങ്ങൾ സ്പീക്കർ പറയുകയും ചെയ്തു. ഒരു പുകമറ സൃഷ്ടിക്കാനാണ് പ്രതിപക്ഷം ഇത്തരത്തിലുള്ള നാടകം നടത്തുന്നതെന്നും പ്രതിപക്ഷം ജനങ്ങളുടെ മുന്നിൽ നഗ്നനാക്കപ്പെടുകയാണ് എന്നുമൊക്കെ വിമർശനം ഭരണപക്ഷ മന്ത്രിമാരും എം.എൽ.എമാർ അടക്കമുള്ളവർ ഉയർത്തുകയും ചെയ്തു. വീണ്ടും ഇതേ തുടർന്ന് പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായി നടുത്തളത്തിലിറങ്ങി പ്രതിപക്ഷാംഗങ്ങൾ ഇപ്പോൾ പ്രതിഷേധിക്കുകയാണ്. പ്ലക്കാർഡുകൾ ഉയർത്തി സ്പീക്കറുടെ ഡയസിന് മുൻപിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ പ്രതിപക്ഷം പ്രതിഷേധിക്കുന്നത്. പ്രതിഷേധത്തിന് കാരണം എന്തെന്ന് സ്പീക്കർ ആവർത്തിച്ച് ചോദിച്ചെങ്കിലും അതിന് മറുപടി ഉണ്ടായിരുന്നില്ല. അതേ തുടർന്ന് മുദ്രാവാക്യങ്ങളുമായി പ്രതിപക്ഷ എം.എൽ.എമാർ സഭയുടെ നടുത്തളത്തിൽ പ്രതിഷേധിക്കുകയാണ്. കെ രാജനടക്കമുള്ള മന്ത്രിമാർ വലിയ രീതിയിലുള്ള വിമർശനമാണ് ഈ ഘട്ടത്തിൽ ഇപ്പോൾ പ്രതിപക്ഷത്തിനെതിരെ ഉയർത്തിയിട്ടുള്ളത്. ശ്രദ്ധ ക്ഷണിക്കൽ അടക്കമുള്ള നടപടികളോടെയാണ് സഭ പുനരാരംഭിച്ചത്. ആ സമയത്ത് വനവാസികളുടെ വിഷയങ്ങളാണ് ചർച്ച ചെയ്തത്. ആ ചർച്ചയടക്കമുള്ള കാര്യങ്ങൾ അലങ്കോലപ്പെടുത്താൻ പ്രതിപക്ഷം ഇറങ്ങിത്തിരിക്കുകയാണ് എന്നുള്ള വിമർശനമാണ് മന്ത്രി കെ രാജൻ ഉയർത്തിയത്. പ്രതിപക്ഷത്തിന്റെ നടപടി വനവാസികളുള്ള അവഹേളനമാണ് എന്നൊരു വിമർശനം കൂടി അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്തു. തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രി സംസാരിച്ചു. മുഖ്യമന്ത്രി സബ്മിഷന് മറുപടി പറയുന്നു. അതായത് ചില വിമാനത്താവളങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങളിൽ സബ്മിഷന് മറുപടി നൽകാമെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ അവസാനിപ്പിക്കുകയും ചെയ്തു. തൊട്ടു പിന്നാലെ തന്നെ മറ്റ് നടപടികളുടെ ഭാഗമായി സബ്മിഷനുകളും മറ്റ് ഇന്നത്തെ കാര്യപരിപാടികളുടെയും ഒപ്പം തന്നെ മറ്റ് നടപടികളും വേഗത്തിൽ സഭ പൂർത്തിയാക്കുകയാണ്. സബ്മിഷനുകൾ അടക്കം മേശപ്പുറത്ത് വെക്കണമെന്ന് ഇപ്പോൾ സ്പീക്കർ മറ്റ് സബ്മിഷനുകൾ അവതരിപ്പിക്കാൻ വരുന്ന എം.എൽ.എമാരോടും മന്ത്രിമാരോടും ആവശ്യപ്പെട്ടിരുന്നു. തൊട്ടു പിന്നാലെ തന്നെ കാട്ടുകള്ളൻ അമ്പലം വിഴുങ്ങികൾ രാജിവെക്കണമെന്ന് ആവശ്യമുയർത്തി പ്രതിപക്ഷം വീണ്ടും പ്രതിഷേധം ശക്തമാക്കുകയാണ്. എന്തായാലും അല്പസമയത്തിനകം സഭ പിരിയുമെന്നുള്ള സൂചനകളാണ് നമുക്ക് ഈ ഘട്ടത്തിൽ നൽകാൻ സാധിക്കുന്നത്. എന്തായാലും അടിയന്തരമായിട്ടുള്ള ചില ബില്ലുകൾ ഇന്ന് അവതരിപ്പിക്കേണ്ടതുണ്ട്. ആ ബില്ലുകൾ അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ചർച്ചയ്ക്ക് വെക്കാതെ നേരെ തന്നെ സബ്ജക്ട് കമ്മിറ്റിയിലേക്ക് പോകും. പ്രത്യേകിച്ച് സർവകലാശാലയുമായി ബന്ധപ്പെട്ട ചില നിർണായക ബില്ലുകൾ അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് സഭയിലേക്ക് വന്നതാണ്. പക്ഷേ അതടക്കമുള്ള കാര്യങ്ങൾ ഇനിയിപ്പോൾ സബ്ജക്ട് കമ്മിറ്റിയിലേക്ക് പോകും. മറ്റു നടപടികൾ പൂർത്തിയാക്കി സഭ ഉടൻ പിരിയാനുള്ള നടപടികളിലേക്കാണ് വേഗത്തിൽ തന്നെ സഭാ നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ശാലിനി, ഈ സഭയിൽ ഇപ്പോഴും പ്രതിപക്ഷം നടുത്തളത്തിൽ പ്രതിഷേധിക്കുകയാണോ? തീർച്ചയായും രാഖി, രാവിലെ 9:03 സഭയുടെ നടുത്തളത്തിൽ ഇറങ്ങി പ്രതിഷേധം ആരംഭിച്ച പ്രതിപക്ഷ എം.എൽ.എമാർ ഇടവേള വന്ന സമയത്ത് മാത്രമാണ് പുറത്തേക്ക് പോയത്. അതിനുശേഷം പിന്നീട് വീണ്ടും സഭയ്ക്കകത്ത് വന്ന് സഭയുടെ നടുത്തളത്തിൽ, അതായത് സ്പീക്കറുടെ ഡയസിന് മുന്നിൽ പ്രതിഷേധിക്കുകയാണ്. ചോദ്യോത്തരവേള താൽക്കാലികമായി റദ്ദ് ചെയ്തിരുന്നു. 9:10 ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ചോദ്യോത്തരവേള വെറും 10 മിനിറ്റിനുള്ളിൽ ചുരുക്കിയാണ് സഭാ നടപടികൾ ആദ്യ ഘട്ടങ്ങൾ അവസാനിപ്പിച്ചത്. പക്ഷേ പിന്നീട് ഇടവേള എടുത്തു, സഭാ നടപടികൾ നിർത്തിവെച്ചു. അതിനുശേഷം പുനരാരംഭിച്ചപ്പോഴും സമാനമായ കാഴ്ച തന്നെയാണ് കാണുന്നത്. പക്ഷേ അതിന് മുൻപുണ്ടായതിനേക്കാൾ, ചോദ്യോത്തരവേളയിൽ പ്രതിപക്ഷ പ്രതിഷേധം ഉണ്ടായതിനേക്കാൾ
കൂടുതൽ ബഹളമാണ് ഇപ്പോൾ പ്രതിപക്ഷ MLA-മാർ, പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ സഭയ്ക്കകത്തത്തിൽ കാഴ്ചവെക്കുന്നത്. പ്ലക്കാർഡുകൾ ഉയർത്തി, ബാനറുകൾ ഉയർത്തിയാണ് ഡയസിന് മുന്നിൽ ശക്തമായ പ്രതിഷേധം ഇപ്പോൾ സഭയ്ക്കകത്തളത്തിൽ പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശബരിമല വിഷയം അടിയന്തരമായി ചർച്ച ചെയ്യണം, ഒരു CBI അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകണം, കൃത്യമായ അന്വേഷണം ഇക്കാര്യത്തിൽ നടക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങളാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. ഇപ്പോൾ VD സതീശൻ അടക്കമുള്ളവർ സഭയിലുണ്ട്, മുഖ്യമന്ത്രി അടക്കമുള്ളവർ സഭയിലേക്ക് എത്തിയിട്ടുണ്ട്. ചില നടപടികളുടെ ഭാഗമായി മന്ത്രി V ശിവൻകുട്ടി സംസാരിക്കുകയാണ്. പ്രതിപക്ഷത്തിനെ പരിഹസിച്ചുകൊണ്ടാണ് ഇപ്പോൾ V ശിവൻകുട്ടി സംസാരിക്കുന്നത്. അദ്ദേഹം സമരം ചെയ്തത് എങ്ങനെയാണ് എന്ന് കാണിച്ചു തരാമെന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രതിപക്ഷത്തിന് നേരെ പറഞ്ഞുകൊണ്ട് പരിഹസിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും സഭയ്ക്കുള്ളിൽ പ്രതിപക്ഷ പ്രതിഷേധങ്ങൾ തുടരുകയാണ്. സഭാ നടപടികളും വേഗത്തിൽ തന്നെ പുരോഗമിക്കുകയുമാണ്. ശരി ശാലിനി, എന്തായാലും നമുക്ക് ഈ സഭയിൽ നിന്നുള്ള അപ്ഡേറ്റ്സ് അനുസരിച്ച് ശാലിനിയിലേക്ക് വീണ്ടും എത്താവുന്നതാണ്. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം തുടരുകയാണ്. ചോദ്യോത്തര വേളയിൽ വിഷയം ഉന്നയിച്ചിരുന്നു പ്രതിപക്ഷം. ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്ലക്കാർഡുകൾ ഉയർത്തിയാണ് പ്രതിപക്ഷത്തിന്റെ ബഹളം. അയ്യപ്പന്റെ സ്വർണം കട്ടവർ അമ്പലക്കള്ളന്മാർ എന്ന പ്ലക്കാർഡ് ഉയർത്തിയാണ് പ്രതിപക്ഷം പ്രതിഷേധിക്കുന്നത്. സ്പീക്കറുടെ ഡയസിന് മുന്നിൽ നടുത്തളത്തിൽ ഇറങ്ങിയാണ് പ്രതിപക്ഷത്തിന്റെ ബഹളം എന്നുള്ളതാണ്. എന്താണ് ഈ പ്രതിഷേധത്തിന് കാരണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മുടെ സ്പീക്കർ. എന്തായാലും നമുക്ക് ഈ വാർത്തയുടെ അപ്ഡേറ്റ്സ് വരും നിമിഷങ്ങളിൽ നമുക്ക് നോക്കാം.